ചേട്ടാ, അന്നത്തെ ടെസ്റ്റിന്റെ റിസൾട്ട് ശരിയായിരുന്നു. ഏത് ടെസ്റ്റ്? ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യിച്ചില്ലേ? ഓ അതോ, അത് ശരിയായിരുന്നല്ലോ. എന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, ടെസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ചു നാളായല്ലോ. അത് ഈ കാര്യമൊന്നുമില്ല സുജാതെ. ലേറ്റ് ആയിട്ട് എത്രയോ സ്ത്രീകളെ പ്രസവിച്ചിരിക്കുന്നു. നീ പോയി ചോറോളന്നു. വരണം മിസ്റ്റർ പ്രകാശൻ. സുജാത ഇവിടെ ഇരിക്കും. പ്ലീസ് ഇടാ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 1.5 വർഷമായി. വൈഫിന് എപ്പോഴെങ്കിലും അബോർഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഐ എം സോറി മിസ്റ്റർ പ്രകാശ്. നിങ്ങളുടെ വൈഫിന് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ് യൂട്രസ് ആണുള്ളത്. അതുകൊണ്ട് അവർ ഒരിക്കലും ഗർഭം ധരിക്കില്ല. ഡോക്ടർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് മിസ്റ്റർ പ്രകാശ്. മെഡിക്കൽ സയൻസിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടർ, ഒരു അപേക്ഷയുണ്ട്. ഈ സത്യം ഒരിക്കലും സുജാത അറിയരുത്. ജീവിതത്തിൽ ഒരിക്കലും ഒരമ്മയാകാൻ കഴിയില്ലെന്നറിഞ്ഞാൽ അവനെ സഹിക്കില്ല. പ്ലീസ് ഡോക്ടർ. ഞാൻ ഒരിക്കലും അവരോട് ഇത് പറയില്ല. യു ക്യാൻ ബിലീവ് മീ. താങ്ക് യു ഡോക്ടർ. ചേട്ടാ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പേടിക്കാനില്ല. നിനക്ക് യാതൊരു കുഴപ്പമില്ല. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നേരാണോ ചേട്ടാ? നിന്നോട് ഞാനൊന്ന് പറയൂ. വാ. ചേട്ടാ, അല്ല, പ്രകാശൻ സാർ എവിടെ പോയിട്ട് വരുന്നു? പ്രിയൻ 1-2 ടോയ്സ് വാങ്ങാൻ പോയോ? ഓ, ആ കുട്ടിക്കിടാൻ പ്രിയനെന്നേക്കാൾ നല്ലൊരു പേരുണ്ടായിരുന്നു. എന്താ? കർണൻ. തന്തയും തള്ളയില്ലാതെ അനാഥമായിട്ട് വഴി കിടന്ന് കിട്ടിയതല്ലേ. അപ്പൊ അതായിരുന്നു ആദ്യ പേര്. എന്റെ കുഞ്ഞ് അനാഥനല്ല. അവന് തന്തയുണ്ട്, തള്ളയുണ്ട്. ഞാനാണ് അവന്റെ തന്ത, എന്റെ ഭാര്യ അവന്റെ തള്ളയെ. മനസ്സിലായോ? ഞാൻ പോട്ടെ സാറേ. ശരി. താൻ അങ്ങനെ പറയണ്ടായിരുന്നുള്ളൂ. എന്താ പറഞ്ഞാൽ? സാറേ, അയാളാണ് ആ കൊച്ചിന്റെ തന്ത. കുറച്ച് കഴിയട്ടെ, കോഴിക്കോട്ട് നിന്നും അതിന്റെ തള്ള പാട്ടും പാടി ഇങ്ങ് എത്തും. അപ്പൊ മനസ്സിലാവും ആ വെളുത്ത ഉടുപ്പിനകത്ത് കറുത്ത മനസ്സാണെന്നുള്ളത്. ഇന്നും അമ്മയുടെ കത്തുണ്ടായിരുന്നു. ഇവൻ പിന്നെ ഛർദിച്ചോ? ആ ചോദിച്ച കേട്ടില്ലേ? ഇല്ല. വിശേഷമൊന്നുമില്ലല്ലോ. ആർക്ക്? പ്രിയന്. ആ പിന്നെ ഇവിടെ അടുത്ത ഏതോ വീട്ടിൽ 5-ാം പനിയുണ്ട്. കുഞ്ഞിനെ സൂക്ഷിച്ചോണം. നീ എന്തായി കാണിച്ചത്? ഇരുട്ട് കണ്ടാ കുഞ്ഞിന് പേടിയാവൂലേ? അല്ല ഇരുട്ടെ. അയ്യോ, ചോറിരുന്ന് തടുക്കുന്നു. വരും ചേട്ടാ, ഊണ് കഴിക്കാം. നീ ഇവന്റെ കളിയും ചിരിയെ കണ്ടോ? അപ്പോ നിങ്ങളിങ്ങനെ വളർത്താൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അമ്മാവനോ? അതേടി, നിനക്ക് ഞാൻ 2 എഴുത്തയച്ചു. നീ എന്താ മറുപടി അയക്കാതിരുന്നത്? അത് ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേ? എന്താണ് അമ്മാവ? എന്താ കാര്യം? ഇവൾക്ക് തന്നോട് പറയാൻ പേടിയായിരിക്കും. അതുകൊണ്ട് നേരിട്ട് പറയാനാണ് ഞാൻ വന്നത്. ഈ കൊച്ചിനെ എന്ത് ചെയ്യാനാണ് തന്റെ ഭാവം? വളർത്താൻ. ഇവൻ ഞങ്ങളുടെ മോനല്ലേ? ഞങ്ങളുടെയോ? അതിന് സുജാത പ്രസവിച്ചിട്ടില്ലല്ലോ. പക്ഷേ അവളാണ് ഇവനെ വളർത്തുന്നത്. പിഴച്ചുണ്ടായ സന്തതിയെ വളർത്താനല്ല എന്റെ അനന്തരവളെ തനിക്ക് തന്നത്. മനസ്സിലായില്ല. ഈ നശൂലത്തെ എവിടെയാന്ന് വെച്ചാൽ കൊണ്ട് കളയണം. അമ്മാവ, ഇവൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയി. ഇനി ഇവനെ കളയാൻ സാധ്യമല്ല. വഴിയിൽ നിന്ന് കിട്ടിയതാണെന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇതിനെ കളയാൻ എന്താ ഇത്ര വിഷമം? അമ്മാവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ തെളിച്ച് പറയണം. താൻ കോഴിക്കോട് ജോലി ചെയ്യുമ്പോ തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പെണ്ണുമായിട്ട് തനിക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നില്ലേ? അതിലുണ്ടായതല്ലടോ ഈ കുഞ്ഞ്.
അതെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തോ വേണം? ഇപ്പൊ അവൻ തന്നെ സമ്മതിച്ചില്ലേടി. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ മനുഷ്യ അവിടെ നിന്ന്? എടീ, എന്നോട് ഇവൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. നാളെ ഈ വിഷത്തിന്റെ തള്ള ഇവന്റെ രഹസ്യക്കാർ ഇവിടെ എത്തും. അന്ന് നിന്നെ ഇവൻ പുറത്താക്കും. ഇറങ്ങി പോടോ. അമ്മാ! അമ്മാ! എന്തിനു പുറകെ വിളിക്കുന്നു? കാര്യം പറഞ്ഞാൽ തലയിൽ കയറില്ലെങ്കിൽ എല്ലാം അനുഭവിച്ചറിഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മാവൻ പറയുന്നത്? എടീ, അവൻ കോഴിക്കോട് ജോലി ചെയ്തിരുന്നു. അപ്പൊ എല്ലാ മാസവും വീട്ടിൽ വരൂലായിരുന്നു. വരുമായിരുന്നു. അപ്പോഴൊന്നും കിട്ടാത്ത ഈ കുഞ്ഞിനെ തലമാറി വന്നപ്പോ മാത്രം വണ്ടിയിൽ എങ്ങനെ കിട്ടി? എടി കഴുതേ, ആ കുഞ്ഞ് അവന്റെ രഹസ്യക്കാരിൽ ഉണ്ടായതാ. അവൾ അവന്റെ തലയിൽ കെട്ടി വെച്ചിരിക്കുക. പുറകെ അവളും വരും. നിനക്ക് ഈ വീട്ടിൽ കഴിയണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇവിടുന്ന് കളയണം. പ്രകാശത്തിനകത്തുണ്ടോ? ഉണ്ടല്ലോ. എന്ത് വേണം? എനിക്കൊന്ന് കാണണം. പ്രിയമോനെ, എത്ര ദിവസമായടാ അമ്മ നിന്നെ കണ്ടിട്ട്? സോഫിയ, അതെ, ഞാൻ തന്നെ. ഈ വീട് ഞാൻ കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചോ? നീ എന്തിനിവിടെ വന്നു? എന്റെ കുഞ്ഞിനെ കാണാൻ. പ്രകാശ് ചേട്ടന് വാക്കു വിശ്വസിച്ച് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നു. ചേട്ടന് എന്നോടൊപ്പം അവിടെ ഒന്ന് താമസിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകൂല. നീ ഏതാടി? ഞാനോ? ഇദ്ദേഹത്തിന്റെ ഭാര്യ, ഈ കുഞ്ഞിന്റെ അമ്മ. സാറേ, എന്താ പറഞ്ഞു? നേരെ ഒരുപാടായി. സുജാത കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. മോനുറങ്ങിയോ? ഉറങ്ങി. തൊട്ടിൽ കിടത്തി. പോയി ചോറ് വന്നു. സുജാതെ, എഴുന്നേക്ക്, നമുക്ക് വല്ലതും കഴിക്കാം. ഇത്ര നാളായിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലേ? അമ്മാവൻ പറയുന്നത് കേട്ട് നീ എന്നെ സംശയിക്കാം. വരൂ, നമുക്ക് ഊണ് കഴിക്കാം. വരൂ. എനിക്കൊന്നും വേണ്ട പറഞ്ഞു. നിങ്ങൾ വല്ലതും കഴിച്ചു കിടന്നു.